നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാർസലോണയുടെ ഗോൾ കീപ്പർ സിറ്റുവേഷൻ എന്താണ്? ആരായിരിക്കും നമ്മുടെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ നെക്സ്റ്റ് സീസണിലോട്ട് വരുമ്പോൾ? മാർക്ക് ആൻഡ്രേ ടെർ സ്റ്റെഗൻ നമ്മുടെ ക്യാപ്റ്റനാണ്. നെക്സ്റ്റ് വേൾഡ് കപ്പിലോട്ട് വരുമ്പോൾ ജർമ്മനിയുടെ ഫസ്റ്റ് ചോയ്സ് ആണ് അസ്റ്റിംഗ് സ്റ്റാൻ. സോ അതിനാൽ തന്നെ ആൾക്ക് നെക്സ്റ്റ് ഇയറിൽ ബാർസലോണയുടെ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് റെഗുലർ ഗെയിം ടൈം വേണം. അത് ആളുടെ ഡിമാൻഡ് ആണെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കൂടാതെ ആളിന് മറ്റ് പല സൗദി ക്ലബ്ബുകൾക്കും യൂറോപ്പിലെ ചെറിയ ക്ലബ്ബുകൾക്കും ഇൻട്രസ്റ്റഡ് ആണെന്നും വാർത്തകൾ വരുന്നുണ്ട്. ബട്ട് മാർക്ക് ആൻഡ്രേ ടെർ സ്റ്റെഗൻ എന്തായാലും ഫോഴ്സ് ചെയ്തൊരു മൂവ് പോകത്തില്ല. ബാർസലോണ മിനിറ്റ്സ് ഓഫർ ചെയ്തില്ലെങ്കിൽ പുള്ളി ക്ലബ്ബ് വിടാൻ റെഡി ആണെന്നുള്ള രീതിയിലും വാർത്തകൾ വരുന്നു. ഷെസ്നിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഷെസ്നി ഇതുവരെ കോൺട്രാക്ട് അഗ്രി ചെയ്തിട്ടില്ല റിന്യൂവല്. പക്ഷെ വെർബലി പുള്ളി റെഡി ഓക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഗോളും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള സ്ട്രോങ് സോഴ്സുകളിൽ നിന്ന് ഷെസ്നി ഒഫീഷ്യലി അഗ്രി ചെയ്തു എന്നുള്ള വാർത്ത വന്നിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു മിക്കവാറും അഗ്രി ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. പക്ഷെ ഇതുവരെ അഗ്രി ചെയ്തിട്ടില്ല. മിക്കവാറും പുള്ളി ഫാമിലിയായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് അഗ്രി ചെയ്യുന്ന തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനിയാക്കി പെന മിക്കവാറും ക്ലബ്ബ് വിടുമെന്നാണ് തോന്നുന്നത്. ഇനിയാക്കി പെന ലാസ്റ്റ് ഇയർ ഓഫീസ് കോൺട്രാക്ട് ആണ്. ഫ്ലിക്കിന്റെ യാതൊരു ട്രസ്റ്റും ഇനിയാക്കി പെനയുടെ പേരില്ല. സോ ഹീ ഈസ് ലീവിങ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ലൂക്കാസ് ഷെവലിയ നമ്മൾ നേരത്തെ ടോക്സ് നടത്തിയ ഒരു ഗോൾ കീപ്പർ, പുള്ളി ഇപ്പം ആസ്റ്റൺ വില്ലയായിട്ട് വളരെ ക്ലോസ് ആണെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പിന്നെ നമ്മൾ സീരിയസ്ലി ഇപ്പം ലൂക്കാസ് ഷെവലിയാറെ നോക്കുന്നുമില്ല. നമ്മുടെ പ്രയോറിറ്റി ടാർഗറ്റ് ഈ സീസണിൽ വീണ്ടും ഒരു നിക്കോ വില്യംസ് ആകെ ആവാൻ സാധ്യതയുള്ളത് ജോൺ ഗാർഷ്യ എന്ന് പറയുന്ന എസ്പാനിയോളുടെ ഗോൾ കീപ്പറിനെയാണ്. സോ എസ്പാനിയോൾ റെലഗേറ്റ് ആയില്ല. അതിനകത്ത് തന്നെ ആളുടെ റിലീസ് ക്ലോസ് 25 മില്യനാണ്. ജോൺ ഗാർഷ്യയിൽ ആർസണലിന് സീരിയസ് ഇൻട്രസ്റ്റ് ഉണ്ട്. മറ്റു പല ക്ലബ്ബുകൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. അതിനാൽ തന്നെ ജോൺ ഗാർഷ്യ സീരിയസ്ലി ഡിമാൻഡിലുള്ള ഒരു ഗോൾ കീപ്പർ അല്ല. ബാർസലോണ മാത്രം നോക്കുന്ന ഒരു ഗോൾ കീപ്പർ അല്ല. ജോൺ ഗാർഷ്യയുടെ സിറ്റുവേഷനിലോട്ട് വരുമ്പോൾ ആദ്യമേ വന്ന വാർത്ത എന്നാന്ന് വെച്ചാൽ എസ്പാനിയോൾ ബാർസലോണയായിട്ട് ടോക്സ് നടത്തത്തില്ല. ബാർസലോണയ്ക്ക് യാതൊരു ഫേവറും ചെയ്യത്തില്ല. കാരണം ഡയറക്റ്റ് റൈവൽസ് ആണ്. മേ ബി ജോൺ ഗാർഷ്യയും ഒരു ഡയറക്റ്റ് റൈവലിലോട്ട് പോകത്തില്ല. എസ്പാനിയോളിൽ പുള്ളിക്ക് ഒരു ഹീറോ ഇമേജ് ആണുള്ളത്. സോ ബാർസലോണയിലോട്ട് പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ടുകൾ വന്നെങ്കിലും താരം ബാർസലോണയിലോട്ട് വരുന്നതിനൊരു കുഴപ്പം ആൾക്കില്ല എന്നും പറഞ്ഞു വാർത്തകൾ പിന്നീട് വന്നു. ബാർസലോണ ടോക്സ് നടത്തി. ഈവൻ ലാസ്റ്റ് ദിവസം ഇന്റർവ്യൂവിൽ പുള്ളിയോട് ചോദിച്ചപ്പോൾ ബാർസ എന്ന ക്ലബിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ബാർസ മാത്രമല്ല വേറെ പലതും ഉണ്ട്, ഞാൻ എൻ്റെ ഫ്യൂച്ചർ ഞാൻ ഡിസൈഡ് ചെയ്തില്ല, ഉടനെ ഞാൻ ഡിസൈഡ് ചെയ്യുമെന്നാണ് ആൾ പറഞ്ഞത്. സോ എന്താണ് ജോൺ ഗാർഷ്യയുടെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ബാർസലോണ ജോൺ ഗാർഷ്യയുടെ മുമ്പിൽ വെട്ട ഒരു ഓഫർ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആ റിലീസ് ക്ലോസ് പേ ചെയ്യാം 25 മില്യൺ, ഒരു വർഷം വലൻസിയയിൽ പോയി ലോണിന് കളിക്കുക. ബാർസലോണ വലൻസിയ അക്കാര്യത്തിൽ ടോക്സ് നടത്തിയെന്ന് കേൾക്കുന്നുണ്ട്. വലൻസിയയിൽ 1 ഇയർ പോയി ലോണിന് കളിക്കുക, എന്നിട്ട് തിരിച്ച് ബാർസലോണയിലോട്ട് വരിക. പക്ഷേ ജോൺ ഗാർഷ്യയുടെ ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് ഏത് ക്ലബിലോട്ടാണോ നെക്സ്റ്റ് മൂവ് ചെയ്യേണ്ടത് പുള്ളി അവിടുത്തെ ഒരു ഫസ്റ്റ് ചോയ്സ് ആയിരിക്കണം. അല്ല ലോൺ സ്പെല്ലിനൊന്നും പോകാൻ പറ്റത്തില്ല. ഞാനിത് 100% ജോൺ ഗാർഷ്യയുടെ ഒപ്പമാണ് നിൽക്കുന്നത്. ബാർസലോണ മെയിൻലി നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഷെസ്നീനെ ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം, പറ്റുവാണെങ്കിൽ ടെർ സ്റ്റെഗൻ അവിടെ നിൽക്കുമായിരിക്കും. സോ ഇവർ 2 ഗോൾ കീപ്പേഴ്സ് ഉണ്ട്. മേ ബി നമുക്ക് അടുത്ത സീസണിലോട്ട് ഈ സീസൺ കഴിഞ്ഞാൽ അടുത്ത സീസൺ ജോൺ ഗാർഷ്യനെ കൊണ്ടുവരാം. ഇപ്പോഴേ എല്ലാ ഡീലും അഗ്രി ചെയ്ത് വെക്കാം. പക്ഷേ ജോൺ ഗാർഷ്യ എന്തിന് ലോണിന് പോയി കളിക്കണം? ഇപ്പോൾ ഉദാഹരണം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ജോൺ ഗാർഷ്യ വലൻസിയ പോയി, അവിടെ പുള്ളി ഫ്ലോപ്പായി. വലൻസിയയിൽ പുള്ളി വളരെ മോശമായിട്ട് പെർഫോം ചെയ്തു. പിന്നെ ബാർസലോണ തിരിച്ചെടുക്കുന്ന കാര്യം ഒന്നും അടിക്കത്തില്ല. അല്ലേ പോട്ടെ, അവിടെ നന്നായിട്ട് തന്നെ കളിച്ചോട്ടെ. ഇപ്പോൾ ബാർസലോണയിൽ നെക്സ്റ്റ് സീസൺ ടെർ സ്റ്റെഗനോ ഷെസ്നിയോ അല്ലേ പോട്ടെ, ഇനിയാക്കി പെനെ നിൽക്കാൻ തീരുമാനിച്ചു. ഇനിയാക്കി പെനെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായിട്ട് 1.5 പെർഫോമൻസുകൾ കൊടുത്തു. പിന്നെ ജോൺ ഗാർഷ്യ ഓൾറെഡി ബാർസലോണയുടെ കോൺട്രാക്ട് അഗ്രി ചെയ്തല്ലേ, പുള്ളി എന്തായാലും ബാർസലോണയിലോട്ട് തിരിച്ചു വരണം. ഒരു വർഷം വലൻസിയ കളിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരണം. സോ അവിടെ വന്നിട്ട് ഇനിയാക്കി പെനക്കോ ടെർ സ്റ്റെഗനോ ഷെസ്നിയോ എല്ലാം അന്യായിട്ട് പെർഫോം ചെയ്തു. അവർക്ക് സെക്കൻഡ് ചോയ്സ് ആയിട്ട് ഇരിക്കേണ്ട സിറ്റുവേഷൻ വീണ്ടും പുള്ളിക്ക് വരത്തില്ലേ? ജോൺ ഗാർഷ്യ ഇവിടെ ഇത്രയും ഡിമാൻഡിൽ നിൽക്കുന്ന ഒരു കീപ്പർ വലൻസിയയിൽ ഒരു വർഷം ലോണിന് കളിച്ചിട്ട് ബാർസലോണയിൽ ഈ സീസൺ വേറെ ആരെങ്കിലും കയറി അങ്ങ് ഷൈൻ ചെയ്താൽ പുള്ളി തന്നെ അവിടെ അന്യായ കളി അടുത്ത സീസണിൽ തുടരും. ഫസ്റ്റ് ചോയ്സ് ആവും. ജോൺ ഗാർഷ്യ സെക്കൻഡ് ചോയ്സ് ആയിട്ട് അവിടെ ഒന്ന് ബെഞ്ചിരിക്കേണ്ടി വരും. വീണ്ടും പുള്ളി അടുത്ത ക്ലബ്ബ് നോക്കേണ്ടി വരും, അല്ലെ വീണ്ടും ഇങ്ങനെ ലോൺ സ്പെൽസിൽ ഓടി നടക്കേണ്ടി വരും. സോ 100% ഐ അഗ്രി വിത്ത് ജോൺ ഗാർഷ്യ. ജോൺ ഗാർഷ്യ ഒരിക്കലും ബാർസലോണയുടെ ഈ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അത്യാവശ്യം ബോധവും വിവരമുള്ള ആരും ഈ ഒരു പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം വലൻസിയയിൽ ഒരു വർഷം ലോണിന് പോയി കളിക്കുക, അതും അത്യാവശ്യം നല്ലതായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു സൈഡും അല്ല വലൻസിയ, നമുക്കറിയാം. സോ വലൻസിയ ചെന്ന് ഒരു വർഷത്തോടെ ലോണിന് കളിക്കുക, തിരിച്ച് ബാർസലോണയായിട്ട് അത് കഴിഞ്ഞ് വരും. എന്തിന്? ഓൾറെഡി മറ്റ് ക്ലബ്ബുകൾ വമ്പൻ കോൺട്രാക്ട് കൊടുത്ത് തന്നെ സൈൻ ചെയ്ത് റെഡിയായി നിൽക്കുമ്പോൾ എന്തിന് ഇങ്ങനെ ഓടി നടക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആൾ ചോദിക്കത്തില്ല. സോ ആർസണൽ സിറ്റുവേഷനിലോട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് റയയ്ക്ക് റീപ്ലേസ്മെന്റ് ആയിട്ട് റയൽ മാഡ്രിഡ് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ റയൽ മാഡ്രിഡിലോട്ട് ജോയിൻ ചെയ്താൽ ജോൺ ഗാർഷ്യ ഫസ്റ്റ് ചോയ്സ് ആവും. അതുകൊണ്ട് ആർസണൽ പ്രോസ്പെക്ട് ചിലപ്പം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഡേവിഡ് റയൽ മാഡ്രിഡ് ഈ സീസൺ പുള്ളി ചെയ്യും. സോ ജോൺ ഗാർഷ്യ എന്തായാലും ആർസണൽ എനിക്ക് വലിയ തലവേദനയായിട്ട് തോന്നില്ല. കാരണം ആർസണലിൽ പോയാൽ പുള്ളി സെക്കൻഡ് ചോയ്സ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. ഡേവിഡ് റായ ഈ സ്റ്റാർട്ടിങ് ഓൾ ഡേ ഡേവിഡ് റായ സ്റ്റാർട്ടിങ്, അല്ലെ അവിടെ ചെന്ന് മേ ബി റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. സോ പുള്ളിക്ക് എന്തിനാ ചെയ്യാം? എനിക്ക് തോന്നുന്നത് ചെൽസി ചിലപ്പോൾ റേസിൽ എൻ്റർ ചെയ്താൽ സാധ്യതയുണ്ട്. ചെൽസിക്ക് ഡെഫിനറ്റ്ലി ഒരു ഗോൾ കീപ്പറാണ്. ചെൽസിക്ക് അവൈലബിൾ ആയിട്ടുള്ള ഗോൾ കീപ്പേഴ്സിനെ എല്ലാം
ക്കാളും സുപ്പീരിയർ ഗോൾ കീപ്പറാണ് ജോൺ ഗാർഷ്യ. സോ ചെൽസി റേസിൽ എൻ്റർ ആയ ഏറ്റവും കൂടുതൽ ഒരു തലവേദനയാണ്. എനിക്ക് ഏറ്റവും തലവേദനയായിട്ട് തോന്നുന്നത് എന്നാന്ന് വെച്ചാൽ മാഞ്ചസ്റ്റർ സിറ്റിയാണ്. കാരണം മാഞ്ചസ്റ്റർ സിറ്റിയിൽ എഡർസൺ ഈ സീസൺ പോകാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഒർട്ടേഗ ഫസ്റ്റ് ചോയ്സ് അവരാക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ എഡർസൺ പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ ജോൺ ഗാർഷ്യ മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ ഹീസ് പെർഫെക്റ്റ്. പെപ് ഗോർഡിയോള സ്കൂളിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഗോൾ കീപ്പറാണ്. സോ ജോൺ ഗാർഷ്യ ഡീലിൽ പെപ് ഗോർഡിയോള ചാടി വീണാൽ ഹി വിൽ സേ യെസ്. മാഞ്ചസ്റ്റർ സിറ്റി ഓൾറെഡി എ വിന്നിംഗ് ടീമാണ്. പ്രീമിയർ ലീഗ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ദേ ആർ ഗോയിങ് ടു കോമ്പീറ്റ് ഫോർ എവറി ടൈറ്റിൽസ്, അത് ഉറപ്പാണ്. സോ പുള്ളി അങ്ങോട്ട് പോകും, നല്ല സാലറി പാക്കേജ് കിട്ടും. ആൻഡ് ഫസ്റ്റ് ചോയ്സുമാണ്. ഒരു കോമ്പറ്റീഷൻ എനിക്കൊന്ന് ഒർട്ടേഗ വലിയൊരു കോമ്പറ്റീഷൻ എന്തായാലും പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നില്ല. ഹീസ് ഗോയിങ് ടു സ്റ്റാർട്ട്. സോ മാഞ്ചസ്റ്റർ സിറ്റി റേസിലോട്ട് എൻ്റർ ആവുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ മേ ബി അത് ബാർസലോണയ്ക്ക് കൂടുതൽ തലവേദനയാവും. ആൻഡ് ചെൽസിയും മേ ബി, എനിക്ക് ചെൽസി ഓൾറെഡി ചെറിയ ലിങ്ക്സ് കാണുന്നുണ്ട്, പക്ഷേ സീരിയസ്ലി ആർസണലാണ് കോമ്പീറ്റ് ചെയ്യുന്നതെന്ന് കേൾക്കുന്നു. സോ ചെൽസിയും എൻ്റർ ആയാൽ അതും നോക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ എനിക്ക് മെയിൻലി തോന്നുന്നത് സിറ്റി, എഡർസൺ സിറ്റി വിട്ടാൽ ഐ തിങ്ക് അവർ ജോൺ ഗാർഷ്യ ഡീലിൽ ചാടി വീഴാനുള്ള എല്ലാ സാധ്യതയുണ്ട്. സോ ബാർസലോണ എത്രയും പെട്ടെന്ന് ജോൺ ഗാർഷ്യ ഡീൽ പുള്ളി എന്ന് തന്നെയാണ് ബാർസയ്ക്ക് വേണ്ടി. ഇപ്പം എന്നോട് ചോദിക്കുവാണെങ്കിൽ ടെർ സ്റ്റെഗനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനുള്ള സമയമായി. നെക്സ്റ്റ് സീസൺ ഷെസ്നി ആയിരിക്കണം നമ്മുടെ ഫസ്റ്റ് ചോയ്സ് എന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. ഷെസ്നി നിൽക്കട്ടെ, കളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ എന്നോട് ചോദിക്കുവാണെങ്കിൽ നമ്മൾ ഒരു ഫ്യൂച്ചർ പ്രോജക്റ്റ് ബിൽഡ് ചെയ്യണം. നമ്മുടെ ഗോൾ കീപ്പർ ഇപ്പം ഒരു ടീബോ കോർട്ടുവ റയൽ മാഡ്രിഡിനെ ഒരു ടൂർണമെന്റ് ഒറ്റയ്ക്ക് കൊണ്ടുപോയ പോലെ, അല്ലെ ഈ സീസൺ ഡോണറൂമ പലപ്പോഴും PSG പിടിച്ച് കെട്ടിയ പോലെ, അല്ലെ സോമർ നമ്മൾ കണ്ടാണ് ഇന്റർ മിലാൻ ബാർസലോണയ്ക്ക് അഗേൻസ്റ്റ് ഇന്റർ മിലാൻ ഫൈനൽ കളിക്കാനായിട്ടുള്ള മെയിൻ റീസൺ സോമർ തന്നെയാണ്. സോ അങ്ങനത്തെ ഒരു ഇൻഡിവിജ്വലി ഒരു മാച്ചിൽ, എസ്പെഷ്യലി ഒരു നോക്കൗട്ട് മാച്ചിൽ നമ്മളെ പിടിച്ചു നിർത്തിയ ഒരു പെർഫോമൻസ് ടെർ സ്റ്റെഗന്റെ കയ്യിൽ നിന്ന് കണ്ടിട്ട് വർഷങ്ങളായി. ഒരു ബിഗ് നോക്കൗട്ട് മാച്ചിൽ, എസ്പെഷ്യലി ചാമ്പ്യൻസ് ലീഗിൽ. അതുപോലെ തന്നെ ഇപ്പം ഡെഫിനറ്റ്ലി ടെർ സ്റ്റെഗന്റെ റിഫ്ലക്സുകളും എസ്പെഷ്യലി ആളുടെ അബിലിറ്റി ടു ഡൈവ് ഭയങ്കര ക്വസ്റ്റ്യനബിൾ ആണ് ഈ ഒരു സിറ്റുവേഷനിൽ. ആൻഡ് ഓൾറെഡി ആൾ മൾട്ടിപ്പിൾ സർജറീസ് ഇപ്പം കഴിഞ്ഞു, ഇഞ്ചറിയും മറ്റുമൊക്കെ ആയിട്ട്. സോ ആളുടെ ഫ്ലെക്സിബിലിറ്റിയിൽ മാനേജ്മെന്റിന് നല്ല സംശയമാണെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഈവൻ ആളുടെ ട്രെയിനിങ് സെഷൻസിലും പലതിലും റിപ്പോർട്ടുകൾ വരുന്നത് ആളെ ഡിപ്പെൻഡ് ചെയ്ത് നെക്സ്റ്റ് സീസൺ പോകുന്നത് കുറച്ച് തലവേദനയാവും. മേ ബി ഒരു ഫുൾ സീസൺ ആൾ ഫിറ്റ് ആയിരിക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനും ബാർസലോണ ബോർഡിന്റെ ഫ്രണ്ടിലുണ്ട്. അതുപോലെ ഷെസ്നിയുടെ കാര്യം നമുക്കറിയാം, ഓൾറെഡി റിട്ടയർമെന്റിൽ നിന്ന് കൊണ്ടുവന്നൊരു പ്ലെയറാണ്. ഈ സീസൺ ലാസ്റ്റ് ആയപ്പം ഷെസ്നിയുടെ ചെറിയൊരു ഫോം ഔട്ട് ഡിപ്പിലൂടെ പോയിരുന്നു. പിന്നെ ആളും ഏജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ആളുടെ മെന്റാലിറ്റി എങ്ങനെയാണ്, ആളൊരു റിട്ടയർമെന്റ് ലൈഫ് പ്ലാൻ ചെയ്തെടുത്തുനിന്ന് വന്നതാണ്. സോ ആൾ ഫ്യൂച്ചർ അല്ല. പക്ഷേ ഷെസ്നി ഒരു ഫ്യൂച്ചർ ആണോ എന്ന് ചോദിച്ചാലല്ല. ഇനിയാക്കി പിന്നെ ഫ്യൂച്ചർ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷേ ഫ്ലിക്ക് ട്രസ്റ്റ് ചെയ്യുന്നില്ല. കോച്ചിന്റെ ട്രസ്റ്റ് ഇല്ലെങ്കിൽ ഒരു പ്ലെയറിനും സക്സീഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഫ്ലിക്ക് ഡെഫിനറ്റ്ലി ഡസൻ ട്രസ്റ്റ് ഹിം. സോ ഇനിയാക്കി പിന്നെ പോകാനായിട്ടുള്ള ചാൻസ് ആണ് കാണുന്നത്. സോ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു ഗോൾ കീപ്പർ വേണം. മാർക്ക്-ആൻഡ്രേ ടെർ സ്റ്റെഗൻ ആൻഡ് ഷെസ്നിനെ വെച്ച് നെക്സ്റ്റ് സീസൺ തള്ളി നീക്കാമെന്ന് ചോദിച്ചാൽ പറ്റും. പക്ഷെ അത് റിസ്കി ആണോ എന്ന് ചോദിച്ചാൽ ഭയങ്കര റിസ്ക്കിയാണ്. ഭയങ്കര റിസ്ക്കിയാണ്. സോ ജോൺ ഗാർഷ്യ ഡീൽ പുള്ളി ചെയ്യേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. സോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് പറയാം. എനിക്ക് പേഴ്സണലി തോന്നുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയും ചെൽസിയും സീരിയസ്ലി റേസിൽ എൻ്റർ ആയ ജോൺ ഗാർഷ്യ ഡീൽ കോംപ്ലിക്കേറ്റഡ് ആവും. കാരണം ഒന്ന്, പുള്ളിക്ക് വലൻസിയ ലോണിൽ പോയി കളിക്കേണ്ട ഒരു ആവശ്യമില്ല. രണ്ട്, എസ്പാനിയോളിന്റെ ഡയറക്ട് ഡ്രൈവറാണ്. ഓൾറെഡി എസ്പാനിയോളിൽ പുള്ളിക്ക് ഒരു ഹീറോയിക് ഫിഗറാണ്. സോ ബാർസയെ വന്ന ആ ഒരു ഇമേജ് പോകും എന്നുള്ളൊരു പേടി ആൾക്ക് കാണും. മെയിൻലി അത് കൺസിഡർ ചെയ്യാവുന്ന കാര്യമാണ്. സെക്കൻഡ്, ബാർസയുടെ അറിയാമല്ലോ ഫൈനാൻഷ്യൽ റിപ്പോർട്ട് ഈ വീക്കെൻഡ് വരും, അതായത് ജൂൺ ഫസ്റ്റ് വീക്ക് വരുമെന്ന് കേൾക്കുന്നുണ്ട്. അതിനുശേഷം മേ ബി നമുക്ക് ഒഫീഷ്യലി ജോൺ ഗാർഷ്യയുടെ ഫ്രണ്ടിൽ പ്രപ്പോസൽ വിടാം, രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഗ്യാരണ്ടി കൊടുക്കാൻ സാധിച്ചാൽ മേ ബി വി ക്യാൻ പുള്ളിയും. പക്ഷേ ഞാൻ പറയുന്ന ഇതാണ്, എഡർസൺ സെയിൽ സിറ്റി നടത്തുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ ഐ തിങ്ക് അവർ ജോൺ ഗാർഷ്യ ഡീലിൽ ചാടി വീഴും. ബാർസലോണ അവെയർ ആയിരിക്കണമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതുപോലെ തന്നെ ചെൽസിയിൽ അവെയർ ആയിരിക്കണം. ആർസണൽ റൈറ്റ് നൗ ജോൺ ഗാർഷ്യ സെലക്ട് ചെയ്യുന്നൊരു ഫീൽ ഇപ്പോൾ ഇല്ല. ഐ മൈറ്റ് ബി റോങ്. കാരണം അവിടെ ഡേവിഡ് റായ എന്ന് പറയുന്നൊരു കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് പുള്ളിയുടെ മേൽ ഇത്രയും മറ്റ് ക്ലബ്ബുകൾക്ക് ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് സോ. ഇപ്പോൾ ബാർസയും ആസ്റ്റൺ വില്ലയും ഇൻട്രസ്റ്റഡ് ആയിരിക്കും. ഡെഫിനറ്റ്ലി സിറ്റി, ചെൽസിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ പുള്ളി മേ ബി ഒന്ന് വെയിറ്റിംഗ് ഗെയിം കളിച്ചാൽ വേറെ കുറേ ക്ലബ്ബുകളോടെ വരും. ഗോൾ കീപ്പർ ആവശ്യമുള്ള കുറേ ക്ലബ്ബുകൾ ഇപ്പോൾ ഉണ്ട്. സോ നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നു പറയാം. ബാർസലോണ ജോൺ ഗാർഷ്യ പുള്ളിയോ അതോ സിറ്റി ചെൽസി പുള്ളിയോ? നിങ്ങളുടെ ഫീൽ പറയാം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണാതിരിക്കും. ബൈ.